എൽദോസ് ടിവിൻ്റെ പുതിയ വീട്ടിലേക്കും സ്വാഗതം. എൻ്റെ പേര് എൽദോസ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വൺപ്ലസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള OnePlus 80യുടെ അൺബോക്സിംഗ് ആണ്. വലിയൊരു പാക്കേജിലാണ് നമുക്ക് ഈ ഫോൺ വന്നിരിക്കുന്നത്. ഇതൊരു എന്താ പറയുക, ഒരു വലിയ ഫോണൊന്നുമല്ല, പക്ഷേ ഇത്രയും ചെറിയ ഫോണാണ്, പക്ഷേ ഇതൊരു വലിയ പാക്കേജിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് വൺപ്ലസിൻ്റെ ഒരു ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പാണ്. OnePlus 8 Proയ്ക്ക് ശേഷം ഇറങ്ങുന്നതാണ് 8T വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ 9 സീരീസും അടുത്ത മാർച്ചിൽ ലോഞ്ചിങ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് 80 ഒന്ന് അൺബോക്സ് ചെയ്യുമ്പോൾ ഏകദേശം 3 മാസം അടുത്തായി ഫോൺ ലോഞ്ച് ചെയ്തിട്ട്. അപ്പോൾ ഒരു മികച്ച ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. അതുപോലെ ഇത് 5G ഉള്ള ഫോണാണ്. ഏറ്റവും ലേറ്റസ്റ്റ് സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 120 Hz ഡിസ്പ്ലേ ഉണ്ട്, 65 വോൾട്ട് ഫാസ്റ്റ് ചാർജിങ്, അങ്ങനെ ഒത്തിരി സ്പെസിഫിക്കേഷൻസ് ഉള്ള ഫോണാണ്. നമുക്ക് തീർച്ചയായിട്ടും അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ചെയ്യാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ OnePlus 80 ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോൺ ഇതാണ്. കാരണം അവൻ പറഞ്ഞില്ല വലിയ ബോക്സാണ്, പക്ഷേ ചെറിയ ഫോണല്ല, സാധാരണ ഫോണിൻ്റെ സൈസാണ്. അപ്പോൾ നമ്മുടെ OnePlus 80 നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു പ്രീമിയം ഡിസൈനാണ്. ബാക്ക് ഗ്ലാസ് ആണ് വരുന്നത്. കോർണിംഗ് ഗ്ലാസ് 6 ആണ് ഫ്രണ്ടും ബാക്കും വരുന്നത്. നല്ലൊരു എന്താ പറയുക, പ്രീമിയം ഡിസൈൻ തന്നെ പറയാം. ഒരു നല്ല ക്യാമറ ബിൽഡ് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതൊരു നൈസ് കളറാണ്. അതായത് ഇതൊരു പ്രത്യേക തരം ഗ്രീൻ ടൈപ്പ് കളറാണിത്. ഇനി നമുക്ക് ബോക്സിനകത്തുള്ള ആക്സറീസ് നോക്കാം. അപ്പോൾ നമുക്കിതിനകത്തൊരു യൂസർ മാനുവൽ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. കുറേ സ്റ്റിക്കേഴ്സ് ഐറ്റംസ് ഒക്കെ OnePlusൻ്റെ കൂടെ ഉള്ളതാണ്. കുറേ സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ, അങ്ങനെയുള്ള പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് ഉണ്ടാവും. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ഉണ്ട്, ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, അങ്ങനെ കുറേ ഐറ്റംസ്. പിന്നെ ഇവരുടെ റെഡ് കളർ, അങ്ങനെ കുറേ ഐറ്റംസ്. പിന്നെ ഇതാണ് OnePlusൻ്റെ ഫാൻ ബേസ് പോലെ OnePlus 80 സ്റ്റിക്കറിനോട് ആപ്പിളിനൊക്കെ കിട്ടുന്ന പോലെ തന്നെ OnePlusൻ്റെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ, പേപ്പർ വർക്കൊക്കെയാണ് വരുന്നത്. നമുക്കതൊക്കെ മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വരുന്നത് നോക്കിയാൽ കാണാം, ഒരു TPU കേസാണ്, ഒരു ട്രാൻസ്പെറൻറ്റ് കേസാണ്. ഒരു നല്ല കേസ് തന്നെ പറയാം. അതിലൊരു നെവർ സെറ്റിലിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഇട്ട് നോക്കാം. കേസ് ഇട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. കേസ് അപ്ലൈ ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് OnePlusൻ്റെ ഡാഷ് ചാർജറിൻ്റെ കേബിൾ ടൈപ്പ് C കേബിൾ ഉണ്ട്. ടൈപ്പ് C ടു ടൈപ്പ് C ആണ്, അതായത് നമ്മുടെ USB അല്ല, ടൈപ്പ് C ടു ടൈപ്പ് C, അതായത് ചാർജറിൽ നിന്നും ടൈപ്പ് C, ഫോണിലേക്കും ടൈപ്പ് C. അപ്പോൾ ഏറ്റവും വേഗത്തിൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. കാര്യം ഇത് 65 വോൾട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ 65 വോൾട്ട് എന്ന് പറയുമ്പോൾ ഇത് 40 മിനിറ്റിൽ ഫുൾ ചാർജ് ആവും. ഇപ്പോൾ ഒരു 10-20% ചാർജുള്ള ഫോണാണെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് കറക്റ്റ് ഫുൾ ചാർജ് ആവുന്നതായിരിക്കും. പിന്നെ ഇതിലെ ഡാഷ് ചാർജ് വരുന്നത് ഇതാണ്, 65 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറായിട്ടുള്ള ഡാഷ് ചാർജർ. ഇതാണ് ഒരു എന്താ പറയുക, പ്രീമിയം സെറ്റപ്പ് തന്നെയാണ് ചാർജറും. അപ്പോൾ നമുക്കിതൊക്കെ മാറ്റി വെച്ച് ഇനി ഫോണിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫോൺ തന്നെ നോക്കാം. ഇതാണ് എൻ്റെ ക്യാമറ മോഡ്യൂൾസ് വരുന്നത്. ഇതൊരു എന്താ പറയുക, 48 MB Sony IMX സെൻസറാണ് വരുന്നത്. പിന്നെ ഒരു 16 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, പിന്നെ ഒരു 2 MB മാക്രോ പോർട്രേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ശരിക്കും ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. ഒരു 42,000 മുതൽ 48,000 വരെയാണ് എൻ്റെ പ്രൈസ് വരുന്നത്. എന്നിട്ട് ഇതിനകത്തൊരു 2 MB മാക്രോയും 2 MB ഇതും കൊടുത്തുമ്പോൾ OnePlus 70 ഒക്കെ നോക്കുമ്പോൾ അതിനകത്തൊരു ടെലിഫോട്ടോ ലെൻസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു 80 സീരീസിലേക്ക് വന്നപ്പോൾ അവരത് ഒഴിവാക്കി. അതൊരു പോരായ്മയായിട്ട് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഈ ഫോണിൻ്റെ. അപ്പോൾ അതൊരു പോരായ്മ തന്നെയാണ്. ഇത്രയും വിലയുടെ ഫോണിനകത്ത് ക്യാമറ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യായിരുന്നു. ക്യാമറയ്ക്ക് ഇതിനെ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ക്വാളിറ്റിയിലാണെങ്കിലും. പിന്നെ Sony IMX പഴയ ഒരു സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മീൻസ് 42 MB നല്ല ക്യാമറയാണ്. എന്തുവന്നാലും ഒരു 2 വർഷം മുമ്പുള്ള സെൻസറാണ് ഈ വർഷം യൂസ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു മോഡലിൽ, ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡൽ. പക്ഷേ ബാക്കിയെല്ലാം അടിപൊളിയാണ് കാര്യങ്ങൾ. ഇതിൻ്റെ സ്പീക്കറാണ് വരുന്നത്, ടൈപ്പ് C പോവനാണ് വരുന്നത്. ഇത് നമ്മുടെ സിം ഒക്കെ ഇടുന്ന ട്രേ ആണ് വരുന്നത്. നമുക്ക് സിം ട്രേ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കിത് ഏത് ടൈപ്പ് സിംസാണ് വരുന്നതെന്നൊക്കെ നമുക്കൊന്ന് കാണാം. ഇതിനകത്ത് ഡ്യുവൽ സിമ്മാണ് വരുന്നത്. ചില സിംഗിൾ സിം വരാറുണ്ട്. ഇപ്പോൾ ഡ്യുവൽ സിമ്മാണ് വരുന്നത്. ഡ്യുവൽ സിം നാനോ സിമ്മാണ് വരുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വരുന്നത് നോയ്സ് ക്യാൻസലേഷൻ മൈക്കാണ്. പിന്നെ നമുക്ക് ഈ സൈഡിൽ നോക്കി കാണാം, ഇത് വോളിയം ഡൗണും അപ്പും ബട്ടണാണ്. വേറെ ബട്ടൺസ് ഒന്നും ഈ സൈഡിലില്ല. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ പവർ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. നമുക്കപ്പോൾ ഫോണൊന്ന് പവർ ഓൺ ചെയ്യാം. അപ്പോൾ ഇതാണ് OnePlusൻ്റെ ലോഗോ ഒക്കെ ഒരു കൊടുത്തത്. നല്ലൊരു പ്രീമിയം ഡിസൈനാണ്. നമുക്ക് കൈ പിടിക്കുമ്പോൾ നല്ലൊരു ഫീലാണ് ഫോൺ. ഒരു പ്രീമിയം ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. നല്ലൊരു പ്രീമിയം ഫീൽ തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഫോൺ ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഫോൺ ഓൺ ആക്കിയിട്ട് സെറ്റിങ്സ് ഒക്കെ ചെയ്തതിന് ശേഷം ഫോണിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ ഫോണിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മുടെ OnePlus 80യുടെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തപ്പോൾ ഉള്ള നമ്മുടെ ഒരു
ഓപ്പൺ ആയിട്ട് വരുന്നത്. നമുക്ക് ഇത് ഭയങ്കര സ്മൂത്താണ് ഡിസ്പ്ലേ, 120 ഹെഡ്സ് ആണ്. നമുക്ക് ഒരിക്കലും നമ്മുടെ ക്യാമറയിൽ അത് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഭയങ്കര സൂപ്പർ സ്മൂത്താണ്. നമ്മളെന്താ പറയുക, 60 FPS നമ്മൾ 60 FPS-ലും 120 FPS-ലൊക്കെ വീഡിയോ കാണുന്ന ഒരു സെറ്റപ്പിലാണ് നമുക്ക് ഈ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നത്. അത് ഭയങ്കര സ്മൂത്തായിരിക്കും. നമ്മൾ നോർമൽ ഫോണിനെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര സ്മൂത്ത് ഡിസ്പ്ലേ ആയിരിക്കും. നമുക്കത് ഒരിക്കലും നമ്മുടെ ഈ വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് കിട്ടത്തില്ല. കാര്യം നമ്മൾ 60 FPS-ലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നത് 120 ഹെഡ്സിലാണ്. അവൻ്റെ ആ സ്മൂത്ത്നെസ് നമുക്കത് വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരു അടിപൊളി ഫോൺ എന്ന് തന്നെ പറയാം. നമുക്ക് വേറെ ഒന്നും പറയാനില്ല കാര്യത്തിൽ. ഒരു അടിപൊളി ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. ഇതാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. ഇത് 16 MB ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ഇതൊരു എഡ്ജ് ക്യാമറയാണ് വരുന്നത്. നല്ലൊരു ബാക്ക് ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വരുന്നത് ഒരു 48 MB പ്രൈമറി ക്യാമറയാണ് വരുന്നത്. അതിനുശേഷം ഒരു 16 MB, അത് 42 പ്രൈമറി ക്യാമറ സോണി IMX സെൻസറാണ് വരുന്നത്. പിന്നെ 16 MB ഒരു വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഒരു 2 MB മാക്രോയും 2 MB ഡെപ്ത് സെൻസിങ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. അത് ഒഴിവാക്കാമായിരുന്നു. ഒരു ടെലിഫോട്ടോ ലെൻസ് ഈ ഒരു ബഡ്ജറ്റിൽ എന്തായാലും 42,000 രൂപ വിലയുള്ള ഫോണാണ്. അപ്പോൾ ഒരു ടെലിഫോട്ടോ ലെൻസ് ഉൾപ്പെടുത്താമായിരുന്നു. OnePlus 70-ൽ അത് ഉണ്ടായിരുന്നു. ഈ ഫോൺ മോഡലിൽ അവരത് കളഞ്ഞു. അപ്പോൾ എന്തായാലും അതൊരു പോരായ്മ തന്നെയാണ് ക്യാമറയുടെ കാര്യത്തിൽ. പിന്നെ ബാക്കി ക്യാമറ കാര്യങ്ങളെല്ലാം അടിപൊളി തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ജസ്റ്റ് ക്യാമറ ഇൻ്റർഫേസ്. ഷട്ടർ സ്പീഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. നല്ല സ്പീഡിൽ തന്നെ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ക്യാമറ ഫോട്ടോസ്, സാമ്പിൾസ്, റിവ്യൂ, കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ നമ്മൾ ഈ ഫോണിൻ്റെ ഫുൾ HD-ൽ 60 FPS-ലാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ജസ്റ്റ് വാക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. 21:9 ആസ്പെക്ട് റേഷ്യോയിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇൻറ്റേർണൽ മൈക്കിൽ തന്നെയാണ് ഓഡിയോ റെക്കോർഡ് ആവുന്നത്. ഇപ്പോൾ നമ്മൾ 4K-ൽ 60 FPS-ലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇൻറ്റേർണൽ മൈക്രോഫോണിലാണ് ഓഡിയോ റെക്കോർഡ് ആവുന്നത്. നമ്മൾ വാക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏറെക്കുറെ കാണാം. പിന്നെ ഇതിൻ്റെ സ്പീക്കേഴ്സിനും വളരെ നല്ല മികച്ചൊരു ക്വാളിറ്റി എന്ന് തന്നെ പറയാം. മ്യൂസിക് കേൾക്കുന്ന നമുക്കൊന്ന് അടിപൊളിയായിട്ട് കേൾക്കാം. അതിലിത് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. അതായത് നമ്മുടെ ഈ സ്പീക്കറും സെയിം ടൈം വർക്ക് ചെയ്തപ്പോൾ നമുക്കൊരു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അത് ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് നമുക്കൊരു നല്ല എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. शॉपिंग है श्योर, जब दिखे फ्लिपकार्ट अश्योर्ड। പിന്നെ ഇതിനകത്തൊരു ബ്ലോട്ട് വൈസ് ആയിട്ടുള്ള ആപ്പുകളൊന്നും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ആകെ നെറ്റ്ഫ്ലിക്സ് മാത്രമാണുള്ളൂ. വേറെ ഒരു ആപ്പുകളോ കാര്യങ്ങളൊന്നും എക്സ്ട്രാ ഒന്നുമില്ല. അതായത് ഓക്സിജൻ ഓയിസിൻ്റെ 11 വേർഷനാണ്. പിന്നെ ആൻഡ്രോയിഡ് 11 ആണ് ഫോണിൽ വരുന്നത്. അതുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡാണ്. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഈ ഫോണിനകത്തുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ നെറ്റ് കണക്ട് ചെയ്തായിരുന്നു. അപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് നമുക്ക് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ കാര്യങ്ങളൊക്കെ. OnePlus ഒക്കെ കൂടുതലും യൂസ് ചെയ്യുന്നത് ബിസിനസ് ടൈപ്പ് ആൾക്കാരിലായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ഫീച്ചർ ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. അതിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി സൈലൻറ്റ് മോഡിലേക്ക് മാറും. ജസ്റ്റ് നമുക്കിത് തിരിച്ച് മാറ്റി സൈലൻറ്റിൽ നിന്ന് മാറ്റാം. നമുക്ക് ഐഫോണിലൊക്കെ ഉള്ള പോലെയുള്ളൊരു മോഡ് ഈ ഒരു OnePlus-ലുണ്ട്. ഒരു നല്ലൊരു മികച്ച കാര്യമാണ്. കാരണം പെട്ടെന്ന് നമുക്ക് ഫോൺ സൈലൻറ്റിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ടും സൈലൻറ്റിൽ നിന്ന് സൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ടും പറ്റും. ഇതിനകത്ത് Qualcomm Snapdragonൻ്റെ 865 എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ് യൂസ് ചെയ്യുന്നത്. അത് ഏറ്റവും ടോപ്പ് എൻഡ് പ്രൊസസ്സറാണ് നമ്മുടെ Qualcommൻ്റെ ഇപ്പോഴത്തെ. അതൊരു 5G ഡ്യുവൽ 5G അനേബിൾ ആയിട്ടുള്ള പ്രൊസസ്സറാണ്. ഏറ്റവും മികച്ച 5G നെറ്റ്വർക്ക് കിട്ടുന്നതും ഏറ്റവും മികച്ച ഗെയിമിങ്ങും ഏറ്റവും മികച്ച എല്ലാം കിട്ടുന്ന ഒരു 5G പ്രൊസസ്സറാണ് Snapdragon 865. ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള പ്രൊസസ്സറാണ്. ഏറ്റവും നല്ല ക്യാമറ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഈ പ്രൊസസ്സറിൽ നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ആൻഡ്രോയിഡ് 11 സെറ്റപ്പാണ്. എല്ലാം മികച്ചതാണ് ഈ ഫോണിനകത്ത്. ക്യാമറ കുറച്ച് പോരായ്മ, ഒരു ചെറിയൊരു ഈ ഒരു ബഡ്ജറ്റിൽ നോക്കുമ്പോൾ ഒരു നല്ല ക്യാമറ തന്നെയാണ്, ഏറ്റവും മികച്ച ക്യാമറ
കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ ഒരു ബഡ്ജറ്റിലേക്ക് വന്നൊരു 45,000-നും 6,000-നും ഇടയിൽ വരുന്ന ഫോണായിട്ടും ഇത്തിരിയോടെ ക്യാമറയിലൊന്ന് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്നുള്ളതല്ലാതെ ബാക്കിയെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു അടിപൊളി ഫോൺ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഫോണിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഫോൺ ആമസോണിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഓഫ്ലൈൻ ഷോപ്പുകളിലുണ്ട്, വലിയ ഷോപ്പുകളിലൊക്കെ കിട്ടുമ്പോൾ ചെറിയ ഷോപ്പുകളിലൊന്നും കിട്ടത്തില്ല. അതുപോലെ ഓഫ്ലൈൻ കുറവാണ്. അതുപോലെ തന്നെ ആമസോണിലാണ് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഈ OnePlus 8നെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള ഈ അൺബോക്സിങ് നമ്മൾ ഈ ചാനലിലെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ OnePlus 8യുടെ വീഡിയോ നിങ്ങൾ മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. OnePlus ഒക്കെ എടുക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് OnePlus 8യുടെ ഒരു അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനും കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ ചെയ്തത്. ഇനി ഇതിൻ്റെ നമ്മൾ കൂടുതൽ കാര്യങ്ങളെല്ലാം വീട്ടിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്യാമറ സാമ്പിൾസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കണ്ടിട്ട് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ യൂട്യൂബിൽ വരുമ്പോൾ നമുക്ക് അത്ര ക്വാളിറ്റിയിൽ കിട്ടിയില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ ഡയറക്റ്റ് ഫോട്ടോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് സ്റ്റോറീസ് ആയിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഫോണിനെ പറ്റി OnePlus 8നെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും OnePlusൻ്റെ ഫോണുകളോ മറ്റേതെങ്കിലും ഫോണുകളെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള അടിപൊളി ടെക്നോളജി വീഡിയോകൾ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ അടുത്ത ദിവസമുള്ള വരുന്നതായിരിക്കും. അതൊരു ബൈ.